ഹരേ കൃഷ്ണ. ഹനുമാൻ മൃതസഞ്ജീവനി മലയും കൊണ്ട് ലങ്കയിലേക്ക് വരുന്നു. മഹേന്ദ്രഗിരിയിൽ നിന്ന് ആഞ്ജനേയൻ ഋഷഭാദ്രി ശൃംഗത്തിലേക്ക് കുതിച്ചു ചാടി. പക്ഷേ ജാംബവാൻ പറഞ്ഞതുപോലെ മൃതസഞ്ജീവനി തിരിച്ചറിയുവാൻ ഹനുമാന് സാധിച്ചില്ല. സർവത്ര ഇരുട്ട്. കണ്ടാൽ തന്നെ ഒന്നും തിരിച്ചറിയുവാനും കഴിയുന്നില്ല. ഹനുമാന് കോപവും നിരാശയും ഒപ്പം വന്നു. മാരുതി അധികം ആലോചിച്ച് നിൽക്കാതെ ഔഷധമല കടയോട് പിഴുതെടുത്ത് ഒരു പന്ത് കണക്കെ തൻ്റെ ഉള്ളംകൈയിൽ താങ്ങിപ്പിടിച്ചു ലങ്കാനഗരിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. വളരെ വേഗത്തിൽ മൃതസഞ്ജീവനി മലയും കൊണ്ട് ലങ്കയിൽ ഹനുമാൻ പറന്നെത്തി. എത്ര ശ്രമിച്ചിട്ടും അതിൽ മൃതസഞ്ജീവനി ഏതെന്ന് ഹനുമാനോ വിഭീഷണനോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ ഹനുമാൻ മൃതസഞ്ജീവനി ഗിരിശൃംഗവും വഹിച്ചുകൊണ്ട് യുദ്ധക്കളം മുഴുവനും ഒന്ന് ചുറ്റി. അപ്പോഴേക്കും മൃതസഞ്ജീവനിയിൽ നിന്നും തട്ടിപ്പറന്ന ഇളം കാറ്റേറ്റ് ബോധമറ്റ് കിടന്നിരുന്ന രാമലക്ഷ്മണന്മാരും വാനരവീരന്മാരും ഉണർന്നെണീറ്റു. എല്ലാവരും അബോധാവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ട് ജാംബവാൻ ചുറ്റും നോക്കി. ഹനുമാൻ അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കുന്ന ഔഷധ പർവ്വതവുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ആകാശമാർഗത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് കണ്ട് ജാംബവാൻ പറഞ്ഞു, ഹനുമാൻ, മരുന്ന് ഏതെന്നറിയാതെ ഈ മലയും താങ്ങിപ്പിടിച്ച് എത്ര നേരം നിൽക്കും? ഏതായാലും നീ ഈ മല താഴെ ഇറക്കേണ്ട. ഇത് ഇവിടെ ബാക്കി വെച്ചാൽ ഇത് ഈ രാക്ഷസന് സ്വന്തമാകും. അതിനാൽ അത് യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുചെന്ന് വയ്ക്കുക. നീ ഉടനെ പോകുക. ഹനുമാൻ ഉടൻ തന്നെ ഔഷധങ്ങൾ തെങ്ങിയ ഋഷഭഗിരിശൃംഗത്തെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് ലങ്കയിൽ തിരിച്ചെത്തി. എല്ലാം ഒരു രാത്രിക്കുള്ളിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഈ രഹസ്യം ജാംബവാനും ഹനുമാനും വിഭീഷണനുമല്ലാതെ മറ്റാരും അറിഞ്ഞതുമില്ല. മടങ്ങി വന്ന ഹനുമാൻ ബോധം വിട്ടെണീറ്റ ദാശരഥിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സന്തുഷ്ടനായ ശ്രീരാമൻ ഹനുമാനെ മാറോടണച്ചു പുണർന്നുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു. ആഞ്ജനേയ, നീയില്ലെങ്കിൽ രാമനും സീതയുമില്ല, ലക്ഷ്മണനുമില്ല, രാമായണവുമില്ല. ചിരഞ്ജീവിയായി നിനക്ക് വീണ്ടും ചിരഞ്ജീവിതം സിദ്ധിക്കും. നിന്റെ ഉപദേഷ്ടാവായി മാറിയ ജാംബവാൻ എല്ലാം കൊണ്ടും സർവശ്രേഷ്ഠനാണ്. അതിനാൽ ദ്വാപരയുഗത്തിൽ ശ്രീ മഹാവിഷ്ണു ജാംബവാന്റെ ജാമാതാവായി തീർന്നതാണ്. അനുഗ്രഹം കേട്ട് ഹനുമാൻ സന്തുഷ്ടനായി. ആ രാത്രി അങ്ങനെ അവസാനിച്ചു. ഹരേ കൃഷ്ണ.